ഹലോ ഫ്രണ്ട്സ്, കൂടുതൽ പോലെ യൂട്യൂബ് ചാനൽസ് മുറച്ചു പോകുന്ന ഈ കാലത്ത് പാറമണി പീടികയ്ക്ക് എന്താണ് പ്രസക്തി? ഈ ഡയലോഗ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ ഉപ്പുമുളകിലെ പിള്ളേർ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നേരത്ത് നമ്മുടെ കേശു പറയുന്ന ഡയലോഗാണ്. ഒരുപാട് യൂട്യൂബേഴ്സും ഒരുപാട് കാണികളുമുള്ള വലിയൊരു കുടുംബമാണ് യൂട്യൂബ്. ഇന്നലെ വരെ ഗ്യാലറിയിൽ നിന്ന് കളി കൊണ്ടുകൊണ്ടിരുന്ന ഞാൻ ഇന്നു മുതൽ കളത്തിലിറങ്ങി കളിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ മുമ്പിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയാനാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ആൻഡ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ പേര് ഡാലിൻ മാത്യു, as well as the നോട്ടി. ഹലോ ഗൈസ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഇന്ത്യൻ വിപണിയിൽ വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ചൈന. ടിക്ടോക്ക് പോലുള്ള പല ആപ്ലിക്കേഷനുകളിലൂടെ ചൈനയുടെ പല ഡിവൈസുകളിലൂടെ പല ഉപകരണങ്ങളിലൂടെ നമ്മൾ അവർക്ക് കോടിയുടെ ലാഭങ്ങളാണ് നേടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് പ്രതിവർഷം 5 ലക്ഷം കോടിയുടെ ലാഭമാണ് നമ്മളവർക്ക് ഈ പല അവരുടെ ഉപകരണങ്ങളും നേടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതേ അവസരത്തിൽ തന്നെ നമ്മുടെ ഇന്ത്യ ചൈന അതിർത്തി വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയുടെ ഭാഗത്തു നിന്നുള്ള പല പ്രശ്നങ്ങളും ഇന്ത്യ ചൈനയ്ക്കെതിരെ ഇപ്പോൾ വൻ പ്രക്ഷോഭമായി തിരിച്ചു വന്നിരിക്കുകയാണ്. ഇതിലെ മെയിൻ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ബോയ്ക്കോട്ട് ചൈനീസ് പ്രോഡക്ട്സ് എന്ന ഹാഷ്ടാഗിലൂടെ വന്നിരിക്കുന്ന വലിയൊരു പ്രക്ഷോഭമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മക്സാസെ അവാർഡ് ജേതാവായ സോനം വാങ്ചുക്കിൻ്റെ വാക്കുകളാണ്. അദ്ദേഹം പറയുന്നത്, ഒരാഴ്ച കൊണ്ട് ചൈന നിർമ്മിതമായ എല്ലാ ആപ്ലിക്കേഷനുകളും, ഒരു വർഷം കൊണ്ട് ചൈനയുടെ എല്ലാ ഉപകരണങ്ങളും നമ്മൾ 130 കോടി ഇന്ത്യക്കാർ ഉപേക്ഷിക്കണമെന്ന് തന്നെയാണ്. അങ്ങനെ ഉപേക്ഷിച്ചാൽ ഇന്ത്യൻ വ്യവസായം വളരെയധികം തഴച്ചു വളരുമെന്ന് വാങ്ചുങ് അഭിപ്രായപ്പെടുന്നു. നമ്മൾ അവർക്ക് കോടികളുടെ ലാഭങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ഈ പണം വെച്ച് ചൈനയിൽ പട്ടാളക്കാരെ വിന്യസിപ്പിക്കുകയും നമുക്കെതിരെ തിരിക്കുകയും ചെയ്തു. ഇത് നമുക്കെതിരെ തന്നെ വരും. നമ്മൾ കുഴിച്ചുകൂടി നമ്മൾ തന്നെ വീഴുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇനിഷ്യേറ്റീവായിട്ട് ജയ്പൂരിൽ നിന്നും ഉള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയായ വൺ ടച്ച് ആപ്സ് ലാബ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ഒരു സിമ്പിൾ ആപ്ലിക്കേഷൻ പുറത്തിറക്കി. ജസ്റ്റ് പേര് റിമൂവ് ചൈന ആപ്സ്. ചൈന നിർമ്മിതമായ എല്ലാ ആപ്ലിക്കേഷനുകളും റിമൂവ് ചെയ്യാൻ വേണ്ടി അവർ ഒരു സാധാരണ സിമ്പിൾ ആപ്ലിക്കേഷൻ പുറത്തിറക്കി. ഏതായാലും നമുക്ക് ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. അപ്പോൾ എൻ്റെ ഫോണിൽ ഞാനിപ്പോൾ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. റിമൂവ് ചൈന ആപ്സ്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഓക്കെ, ഒരു സ്കാനർ കൊടുത്തിട്ടുണ്ട്. ടു ഫൈൻഡ് ഇൻസ്റ്റാൾഡ് ചൈന ആപ്സ്. നമുക്ക് അതൊന്ന് ടാപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഫോണിൽ 2 ആപ്സാണുള്ളത്. എക്സെൻഡറും WPS ഓഫീസും. രണ്ടും ചൈനയുടെയാണ്. നമുക്ക് WPS ഓഫീസ് അൺഇൻസ്റ്റാൾ ചെയ്യാം. എക്സെൻഡർ ഇപ്പോൾ അത്യാവശ്യമാണ്, ഞാനിപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. ഓക്കെ, WPS ഓഫീസ് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. പിന്നെ റൈറ്റേഴ്സ്, കോൺടാക്റ്റേഴ്സ്, പ്രൈവസി പോളിസി, ഇത്ര ഓപ്ഷൻസ് ഒക്കെയാണുള്ളത്. അപ്പോൾ ഒരു സിമ്പിൾ ആപ്പാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ ഈ സാധനം. നമ്മളിപ്പോൾ കണ്ടതുപോലെ തന്നെ വളരെ സിമ്പിളായ ഒരു ആപ്ലിക്കേഷനാണ്. മെയ് 17 പുറത്തിറങ്ങിയ ഈ ആപ്പ് ഒരാഴ്ച കൊണ്ട് 10 ലക്ഷം ഡൗൺലോഡ്സ് ആണ് കഴിഞ്ഞത്. അപ്പോൾ ഇന്ത്യൻ ജനതയ്ക്ക് ചൈനയ്ക്കെതിരെയുള്ള വൻ പ്രതിഷേധം നമുക്ക് ഇതിലൂടെ കാണാനാണ്. ഇത്രയും അധികം റേറ്റിംഗിലെത്തിയ ഈ ആപ്ലിക്കേഷൻ പക്ഷേ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ല. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെ ഗൂഗിൾ ചൈനയുടെ അധീനതയിലാണോ എന്ന രീതിയിലുള്ള പല പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. ഒന്നും അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ CEO ഒരു തമിഴ്നാട്ടുകാരനാണല്ലോ, നമുക്കെല്ലാം അറിയാവുന്ന ആൾ തന്നെ, സുന്ദർ പിച്ചൈ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് പ്ലേ സ്റ്റോർ അവരുടെ ആപ്ലിക്കേഷനിൽ നിന്നും ഈ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത് അല്ലെങ്കിൽ റിമൂവ് ചെയ്തതെന്ന് അവർ കൃത്യമായി പറയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് ഏതായാലും ഒന്ന് നോക്കാം. ഒന്നാമത്തെ കാരണം അവർ പറയുന്നത്, ഈ ആപ്ലിക്കേഷൻ ഫോണിൽ യാതൊരു തരത്തിലുള്ള ആക്സസും ചോദിക്കുന്നില്ല. നമ്മൾ ഒരു തരത്തിലുള്ള പെർമിഷനും ചോദിക്കുന്നില്ല. ജസ്റ്റ് ഓപ്പൺ ചെയ്തു, സ്കാൻ ചെയ്തു, ആപ്ലിക്കേഷൻ കാണിച്ചു, അൺഇൻസ്റ്റാൾ ചെയ്തു, കഴിഞ്ഞു. ഒരു തരത്തിലുള്ള പെർമിഷനും ഈ ആപ്ലിക്കേഷൻ നമ്മളോട് ചോദിക്കുന്നില്ല.
അതുകൊണ്ട് തന്നെ യൂസറുടെ പെർമിഷൻ ഇല്ലാതെ വേറൊരു ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യുന്ന ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൻ്റെ പ്രൈവസി പോളിസിക്ക് എതിരാണ്. അതാണ് ഒന്നാമത്തെ കാരണം. ഇനി രണ്ടാമത്തെ കാരണം, ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് മറ്റ് ആപ്പുകളെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു എന്നൊരു തീം ഈ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതും പ്ലേ സ്റ്റോറിൻ്റെ പ്രൈവസി പോളിസിക്ക് എതിരാണ്. അതുകൊണ്ട് തന്നെ വളരെ ന്യായമായതുകൊണ്ട് തന്നെയാണ് ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് കളഞ്ഞതെന്ന് തന്നെയാണ് നമ്മുടെ പ്ലേ സ്റ്റോർ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി എന്താണ് പ്ലേ സ്റ്റോർ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. മൂന്നാം കക്ഷി ആപ്ലിക്കേഷനുകൾ നീക്കം ചെയ്യാനോ അപ്രാപ്തമാക്കാനോ അല്ലെങ്കിൽ പരിശോധിച്ചുറപ്പിക്കാവുന്ന സുരക്ഷാ സേവനത്തിൻ്റെ ഭാഗമല്ലെങ്കിൽ ഉപകരണ ക്രമീകരണങ്ങളോ സവിശേഷതകളോ പരിഷ്കരിക്കാനോ ഉപഭോക്താക്കളെ പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നു. രൂപകൽപ്പനയും പുതുമയും അടിസ്ഥാനമാക്കി ഡെവലപ്പർമാർക്ക് വിജയിക്കാൻ കഴിയുന്ന ആരോഗ്യകരവും മത്സരപരവും അന്തരീക്ഷം ഉറപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ദീർഘകാല നിയമമാണിത്. ഇപ്പോൾ തന്നെ ചൈനയ്ക്ക് 1.1 ബില്യൺ കടത്തിലാണ്. നമ്മൾ ഈ ഒരു പണിയാണ് കൊടുത്താൽ ചൈനയ്ക്ക് നല്ല വെട്ടിക്കെട്ട് പണിയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും വീഡിയോയ്ക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കാരണം എന്താണ് കമൻറ്റ് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെ നമസ്തേ.